പറയാൻ മറന്ന കഥകളും പറയാൻ ബാക്കി വെച്ച കഥകളുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം കർഗൻസാണ്. കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത്, ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇപ്പൊ നമ്മുടെ ഇൻട്രോയ്ക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അൽദി സൂപ്പർ മാർക്കറ്റിന്റെ സൈഡിലത്തെ പാർക്കിങ്ങിൽ നിന്നിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. മച്ചാനെ എന്തെന്നെ? സുഖം സുഖം. ഹായ്, എന്താ പരിപാടി? Perfect. Okay. And it is and 2 and 10 and the cone and the back. Okay. And it is and 2 and 10 and the cone and the back. 2 and 10 and the cone and the back. 2 and 10 and the cone and the back. 2 and 10 and the cone and the back. Okay. 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 Perfect. Okay. Okay. അത് ഒരളിയ 2 and 10 and the cone and the back. 2 and 10 and the cone and the back. 2 and 10 and the cone and the back. 2 and 10 and the cone and the back. ഹലോ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇറങ്ങുകയാണ്. യാത്ര ഇവിടെ തുടങ്ങുകയാണ്. എവിടുന്നോ ഇൻട്രോ എടുക്കുന്ന കർഗൻസ് ആണ് ഇപ്പൊ എന്റെ റൂമിലിരിക്കുന്നത്. അപ്പൊ ഓൾ സെറ്റ്, ലെറ്റ്സ് ഗോ. ഒരുപാട് കാർ ഇവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ദൈവം സഹായിച്ച് നമുക്ക് കാറൊന്നും ഇപ്പം ഇല്ലാത്തത് കൊണ്ട് വേറെ കാര്യം കേട്ടോ, നമ്മുടെ മറ്റേ D2Dന്റെ ആളാണ്, കാർത്തിക് സൂര്യാണ് നമ്മുടെ മെയിൻ. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ എടുക്കും. എടുക്കാണ്ട് അവിടെ പോവാ. അപ്പൊ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് നടക്കുകയാണ്. അവരെല്ലാവരും അവിടെ അൽദി എന്ന് പറയുന്ന ഒരു ഷോപ്പിലുണ്ട് പിള്ളേര്. അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടാ പോകണമെന്ന് നിങ്ങൾക്ക് അറിയാലോ? അറിയില്ലേ? പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പൊ നമ്മളിപ്പോ പോണത് ബർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റ്. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലമാണ്. അതായത് ബർമിംഗ്ഹാമിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഞാൻ നടക്കുകയാണ്, കുറച്ച് നടക്കാനേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു മൈൽ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ പിള്ളേരുടെ അടുത്തെത്തും. ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. എന്താവും എന്ന് എനിക്കറിയത്തില്ല. അടിപൊളിയായിരിക്കും. കാരണം എനിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ഇന്ന്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ. പിന്നെ മൈൽസ് വിത്ത് സ്മൈൽസ് ഇതുവരെയായിട്ടും ഈ ഫാമിലിയിൽ ചേരാത്തവരാണെങ്കിൽ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഇടിച്ചു പൊട്ടിച്ചു. മച്ചാമാരെ, ഇതാണ് വാക്ക് വേ. നമ്മളപ്പം ഷോർട്ട് കട്ട് ചാടിയിട്ടുണ്ട്. റോട്ടിൽ നിന്ന് നേരെ മാറി ഇതുവരെ ഫോറസ്റ്റ് എന്നൊക്കെയാണ് ഇതിന് പറയണത്. എനിക്കിത് കണ്ടിട്ട് ഫോറസ്റ്റ് ആയിട്ടൊന്നും തോന്നലില്ല. ഫോറസ്റ്റ് വേ എന്നൊക്കെ ഇവർ പറയാറുണ്ട് ഇതിന്, ഈ വഴി കൂടെ പോകുന്നതിന്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മൾ ഇതിലും വലിയ ഫോറസ്റ്റ് നാട്ടിൽ കണ്ടുവന്നിട്ട് ഇതിനൊന്നും നമുക്കൊരു ഫോറസ്റ്റ് ആയിട്ടൊന്നും തോന്നണില്ല എന്തായാലും. അപ്പോൾ നേരത്തെ ഞാൻ D2Dന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഡെയർ ടു ഡ്രീം. എന്നെ വ്ളോഗിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ് കാർത്തിക് സൂര്യ. മച്ചാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ ലണ്ടനിൽ വന്നിട്ടൊരു വ്ളോഗ് എടുക്കാൻ പറ്റി. അല്ലെങ്കിൽ ഞാൻ വ്ളോഗൊന്നും ചെയ്ത് നടക്കേണ്ട ഒരാളാണെന്ന് എനിക്ക് തോന്നണില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാർത്തിക് സൂര്യനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ കാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ D2D നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നമുക്ക് സാക്ഷാത്കരിക്കാം. ഡെയർ ടു ഡ്രീം മച്ചാ. നടന്നു 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 നടന്ന് എത്താത്ത കാടുകളിൽ കൂടന്ന് കൂട്ടി ഞാനൊരു മാമരക്കൊമ്പിൽ. അങ്ങനെയാണോ പാട്ട്? വടകര വളവിൽ 60 തെങ്ങ്, 60 തെങ്ങിൽ 60 പൊത്ത്, 60 പൊത്തിൽ 60 നത്ത്, നത്തിന് കണ്ണെത്ര. അങ്ങനെ അങ്ങനെ വട്ടാണ് വിചാരിക്കട്ടെ. ഇവിടെയുള്ള എല്ലാവരും സൈഡിലൊക്കെ ഫുള്ള് വണ്ടികളാണ്. നമ്മളിങ്ങനെ നടന്ന് 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 മുന്നോട്ട്. എല്ലാ വട്ടന്മാരും വട്ടത്തികളും ഇവിടെ ഉണ്ട്. ഗ്രേസേ, ഇതേ മറ്റേ എലിസബത്ത് രാജ്ഞിയോ? നിമേഷ്, ഇതേ രാജകുമാരോ? നിന്നെ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. നീ അതാ? എബിൻ. വീട് എവിടെയാ? പോടാ അവിടത് തമ്മനം. അയ്യോ, ഓക്കെ. ഇതിന്റെ നടുക്ക് നിന്നിട്ട് ഡാൻസ് കളിക്കണത്. റോഡിന്റെ നടുക്ക് പറ്റാത്തതുകൊണ്ട് ഇപ്പൊ സൂപ്പർ മാർക്കറ്റ്. ഇതാണ് അൽദി കേട്ടോ. കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയത്തില്ല. ഇവിടെ വില കുറച്ച് സാധനങ്ങൾ കിട്ടുന്ന ഒരു മെയിൻ സ്പോട്ടാണ് അൽദി. നമുക്ക് പിന്നെ ഭയങ്കരമായിട്ട് പൈസ കയ്യിലുള്ളതുകൊണ്ട് നമ്മൾ ഇവിടേക്കാണ് എല്ലാ ദിവസവും പർച്ചേസിന് വരുന്നത്.
ഇപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ന്യൂ സ്ട്രീറ്റിലേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിക്കണം. മാപ്പിട് മച്ചാനെ, മാപ്പിട്. ഏകാന്ത ചന്ദ്രികേ ഓടുന്നതെന്തിനോ കൂട്ടിരോ എന്റെ കരളിലെ പാട്ടിരോ. അങ്ങനെ നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പോണ വഴിക്ക് ഇവിടെ സ്കേറ്റിംഗ് ചെയ്യുന്ന കുറച്ച് മച്ചന്മാരെ കിട്ടിയത്. ഹായ് ബ്രോ. What's up, man? Yeah, I'm okay. How are you? I'm very good. It's great to have Miles with Smiles here at the skate park in Bournebrook. Oh, This is a place that we've built ourselves. all It's right. a community effort. Okay. And yeah, we just saw you guys outside the park and we thought we'd welcome you in. Oh, always you're welcome. Okay. More than welcome to come by, skate, enjoy yourself, kick it in the sunshine. Oh, thank you so Community much. skates for everyone, yeah? All right. And what's your name? My name's Simon. Simon. Okay. Thank you, buddy. Okay, nice one, buddy. Yeah. Peace. ഒരു രക്ഷയില്ല കേട്ടോ. പൊളിന്ന് വെച്ചാൽ വേറെ ലെവല് പൊളിയാണ്. എനിവേ ഹായ്, ഹൗ ആർ യു? Really good. How Yeah. you doing? You're welcome. Everybody come down. Yeah, definitely we will come. Yeah, thank you. Doing something with ഒരു വർഷം കൊണ്ട് വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ പുറത്ത് ഇങ്ങനെ ജസ്റ്റ് നിൽക്കുകയായിരുന്നു. അപ്പം ഞങ്ങളോട് പറഞ്ഞു കമോൺ കയറി വാ മക്കളെ പൊളിക്കുക. ഞങ്ങളോട് സ്കേറ്റിംഗ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ദൈവം സഹായിച്ചാക്കിയത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു എൻ്റെ പൊന്ന് ചേട്ടാ ഞങ്ങൾ ഈ പരിപാടിക്ക് ഇപ്പം ഇല്ല. പക്ഷെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ വാ പ്രാക്ടീസ് ചെയ്താൽ ഇത് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ട് സത്യം പറയാ കണ്ണ് തള്ളി നിൽക്കുകയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്ക് എന്നിട്ട് അഭിപ്രായം പറ കേട്ടോ. Okay. And the desk, and two, and the can, and the cone, and the pack. Two, and the can, and the cone, and the pack. Two, and the can, and the cone, and the pack. Two, and the can, and the cone, and the pack. Okay, 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 perfect. Okay, okay. Come on, chalo, really, yeah. Two, and the can, and the cone, and the pack. Two, and the can, and the cone, and the pack. Two, and the can, and the cone, and the pack. Two, and the can, and the cone, and the pack. ഉച്ചക്ക് ആംബ്ലറ്റ് ചോറ് പേരി അപ്പേരി ഒക്കെ അപ്പേരി ഒക്കെ 4 മണിക്ക് ഒരു ചായ ഒരു വട പൈമ്പേരി വട ഒരു പാട വട ഒരു പാട ഉച്ചക്ക് ആംബ്ലറ്റ് ചോറ് പേരി അപ്പേരി ഒക്കെ 4 മണിക്ക് ഒരു ചായ ഒരു വട പൈമ്പേരി വട അത് അറിയില്ല ഓക്കെ 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 പെർഫെക്റ്റ് ഓക്കെ ഓക്കെ അത് അറിയില്ല എങ്ങനെയുണ്ടായിരുന്നു ഗ്രേസ്? അടിപൊളി. ഒയ്യോ ഞങ്ങളാകെ കോരി തെരിച്ചിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളങ്ങനെ പോവാണ്. താങ്ക് യു ബ്രോ. അപ്പൊ ഞങ്ങള് അടുത്ത സ്ഥലത്തേക്ക് മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിശക്കണുണ്ട്. എന്തേലും വാങ്ങിച്ചു തരാം ഗമേഷേ. വാങ്ങിച്ചു തരാന്ന് പറഞ്ഞത്. നമ്മളങ്ങനെ സെല്ലിയോക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അധികം നടക്കാനൊന്നും ഇല്ലായിരുന്നു, കുറച്ച് നടക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മള് ഇച്ചിരി ഗമേഷ് പറഞ്ഞതല്ല ഇച്ചിരി. അപ്പൊ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നേരെ ന്യൂ സ്ട്രീറ്റ്. ടിക്കറ്റ് ഒക്കെ നമുക്ക് ഇവിടെ മിഷൻ ഉണ്ട്. സോ നമ്മളിതാ ഇവിടെ നിന്ന് 6 പേർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് ചെയ്ത് ഇവിടെ വരും. കാർഡ് പേയ്മെന്റ് ഉണ്ട്, ക്യാഷ് പേയ്മെന്റ് ഉണ്ട്. പക്ഷേ ഈ മിഷനിൽ ഇപ്പം കാർഡ് പേയ്മെന്റേ ഉള്ളൂ. നമ്മൾ ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് ആപ്പ് ഉണ്ട്. എന്തായാലും ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അപ്പോൾ സമയം ഇപ്പോൾ 16:46 എന്ന് പറയുമ്പോൾ കള്ളവണ്ടിയും കയറാൻ പറ്റും. പിടിച്ചു കഴിഞ്ഞാൽ ഗിമേഷിന്റെ പേര് പറഞ്ഞാൽ മതി. 4:30 ആയിട്ടുണ്ട്. നാട്ടിൽ എത്ര മണിയായി? നാട്ടിലെ കൂടെ സമയം 9:15 കേട്ടോ നാട്ടില്. ഇപ്പൊ ഞങ്ങളിത് സെല്ലിയോക്ക് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ശാന്തസുന്ദരമായ സ്റ്റേഷൻ, ആരുമില്ല ഇവിടെ. അങ്ങനെ നമ്മള് മന്ദം ബർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ്. പ്രൗഢഗംഭീരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ BBC ചേച്ചിനെ കാണാം. അതുപോലെ തന്നെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. ഭയങ്കര കണ്ണിന് ആനന്ദം പകരുന്ന കാഴ്ചകളാണ് കേട്ടോ. ഒരു ദിവസം നമ്മുടെ വ്ളോഗ് ഉണ്ടല്ലോ, അതാണ്ട്
ആ ബസ്സിൻ്റെ ആ ഫ്രണ്ടിലത്തെ സീറ്റിൽ ഇരുന്നിട്ട് പോകണം നമുക്ക്. നമ്മൾ ഇവിടുത്തെ UK ബസ്സുകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ബസ്സല്ല, അതിൻ്റെ ട്രാവലിങ്സ്. വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് ആദ്യം നമ്മൾ നേരെ മക്ഡൊണാൾഡ്സിലേക്കാണ് പോകുന്നത്. കണ്ടോ, ഗ്രാൻഡ് സെൻട്രൽ എന്ത് രസം നോക്കിയാൽ, സൂര്യൻ അതിൻ്റെ മുകളിൽ. താഴെയാണ് ഇതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ, താഴെ റെയിൽ പാളമുണ്ട്. നല്ല രസമുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ മഗ്ഡി തപ്പി പോവാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും അതിമനോഹരമായ ഒരു കാഴ്ച. ഇത് ട്രം വേ ആണ് കേട്ടോ. കണ്ടോ, റോഡിന്റെ നടുക്കിൽ കൂടെ പോണ കണ്ടാ വരും. നാട്ടിൽ നിന്ന് നമ്മൾ ഗൂഗിളിൽ UK സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഇതിങ്ങനത്തെ കെട്ടിടങ്ങളാണ് കേട്ടോ. പഴമ എന്നൊക്കെ വെച്ചാണ്ടല്ലോ, ഇതൊക്കെയാണ് പഴമ നിറഞ്ഞ കെട്ടിടങ്ങൾ. ഗൂയിസ്, അങ്ങനെ നമ്മൾ മഗ്ഡി കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്തായാലും ഉള്ളിൽ കയറി നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, അവർ വാങ്ങിയിട്ട് വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ചേട്ടാ വിശക്കുന്നുണ്ടോ? വിശക്കുണ്ട്. ഇതാണ് നമ്മുടെ ട്രമ്മേട്ടൻ്റെ ആകാശ കാഴ്ച. ആകാശ കാഴ്ച ഒന്നുമല്ല, എന്നാലും താഴെക്കൂടെയാണ് പോണത്. ഇലക്ട്രിക് ആണ് കേട്ടോ സാധനം, ഇലക്ട്രിക് ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിലധികം ആൾക്കാരൊന്നും ഇല്ല. പക്ഷെ ഇവര് നഷ്ടത്തിലൊന്നുമല്ല, ലാഭത്തിലാന്നൊക്കെയാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇതാ മഗ്ഡിയിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ടുണ്ട്. റോഡ് സൈഡിൽ ട്രമ്മ് വരുന്നതിൻ്റെ അവിടെ എല്ലാവരും അങ്ങോട്ട് ഇരുന്നിട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ പയ്യെ തെരുവിൽ കൂടെ നടക്കുകയാണ്. തെരുവൊന്നുമല്ല, അടിപൊളി സിറ്റിയാണ്. അവർ ജസ്റ്റ് എൻ്റെ മുന്നിൽ പാസ് ചെയ്തിട്ടുണ്ട്. നോക്കാം അല്ലേ ബാക്കി സുന്ദരമായ കാഴ്ചകളിലേക്ക്. നമ്മളങ്ങനെ സിറ്റി സെൻറ്റർ, അതായത് വിക്ടോറിയ സ്ക്വയറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് അറിയത്തില്ല, പക്ഷേ എൻട്രി തന്നെ പൊളിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് പാരഡൈസിലാണ്, ബർമിംഗ്ഹാം. ഇവിടെ നമ്മൾ ഹിസ്റ്ററി ഇൻ ദ മേക്കിംഗ് എന്നും പറഞ്ഞിട്ട് നമ്മളെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മണിമുത്ത് ഗ്രേസ് ഈ നടു റോട്ടിൽ നിന്ന് ഡാൻസ് കളിക്കാൻ പാട്. കളിക്കടി വിളിച്ചോ ചെപ്പിട്. ആ 3 ഗ്രേസ് എങ്ങനെയുണ്ട് ന്യൂ സ്ട്രീറ്റ്? ന്യൂ സ്ട്രീറ്റ് അടിപൊളി. ഗ്രേസിന് നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നത് ഗ്രേസ് കുറെ നേരം എന്നോട് പറയുന്നത്. ഞാൻ പാടിപ്പിക്കും, പാട് ഗ്രേസ് പാടും. എനിക്ക് കാറ്റാടി തണലും. ഗ്രേസിന്റെ ഫേവറേറ്റ് പാട്ടോ ഗ്രേസ് പാടും. പാട് എനിക്ക് വേറെ പാട്ടുണ്ട്. ഏതാ പാടുന്നത്? പാട് ഞങ്ങൾ റൂമില് എപ്പോഴും നീ പാടിക്കേ, പാട്ട് പാട്. കാതൽ സടുകുടുകുടു തൊടു വൈബല്ലേ ഇവിടെ? വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടെ ഫുള്ള് പിള്ളേരൊക്കെ വേറെ ലെവലാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അമ്മ കാണുന്നുണ്ടെങ്കിൽ കൊച്ചു അടുത്ത ടിക്കറ്റ് അയച്ചേക്ക, കൊച്ചു പെട്ടെന്ന് അവിടെ എത്തുന്നതായിരിക്കും. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് കേട്ടോ. പോണത് നാലെണ്ണം. എവിടെയാണ് പോണത്? എങ്ങോട്ടാ? ഇതാണ് നമ്മുടെ ബർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റിലുള്ള ദ ലൈബ്രറി ഓഫ് ബർമിംഗ്ഹാം.
ലൈബ്രറി ഓഫ് ബർമിംഗ്ഹാം ആണ് ഈ കാണുന്നത്. താഴോട്ടൊക്കെ കണ്ടോ? full library ആണ്. താഴെ അണ്ടർഗ്രൗണ്ട് ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് ഫുള്ള് ലൈബ്രറി ആണ്. ഇതിന്റെ മുകളിലത്തെ വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ തിയേറ്റർ ഉണ്ട്. എവിടെ തിയേറ്റർ? എവിടെ? റെപ്രേ- അയ്യോ, ഇങ്ങനെ നമ്മൾ UK വന്നിട്ട് തിയേറ്റർ കണ്ടുപിടിച്ചിരിക്കരുത്. ഇതെന്ത് തിയേറ്ററാ? മറ്റേ തിയേറ്ററാ. എന്ത്? ബുക്സിന്റെ എങ്ങാണ്ടോ. ആ ഓക്കെ, അങ്ങനത്തെ തിയേറ്റർ ആണെന്നാ പറഞ്ഞത്. ഇതാണ് ലൈബ്രറി ഓഫ് ബർമിംഗ്ഹാം. കമിതാക്കള് ഡാൻസ് കളിക്കുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇത് താഴെ കാണുന്ന വെള്ളമാണ് കേട്ടോ. റിഫ്ലക്ഷൻ കാണുന്നില്ലേ? നോക്കിയേ, അവിടെ കുറെ പേര് കളിക്കുന്നുണ്ട് അപ്പുറം ഡാൻസ് ഒക്കെ. അടിപൊളിയാണ്. എന്തായാലും ഇവിടെ ഫുള്ള് മ്യൂസിക് ഒക്കെ വെച്ചിട്ട് പിള്ളേര് വൈബാക്കാണ്. അയ്യോ, എനിക്കവിടെ തണുക്കുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇപ്പൊ സമയം 7 മണിയാണ് കേട്ടോ. പക്ഷെ നോക്കിയേ, നല്ല വെട്ടാണ് മൊത്തത്തില് അല്ലേ? രണ്ടുപേര് കവിതാക്കളില്ലാത്തോണ്ട് പരസ്പരം അവര് തമ്മി കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. നോക്കിയോ, കറങ്ങിയോ? ആ ആ അവളെ കറക്ക്, കറങ്ങ്. അവള് തന്നെ കറങ്ങുവാണല്ലോ. ഈ സൈഡില് മുഴുവനുണ്ടല്ലോ മ്യൂസിക് റൂം, അതുപോലെ തന്നെ ഇതെല്ലാം ഡാൻസ് ബാർ ആണ് കേട്ടോ. ഈ സൈഡിൽ കാണുന്നത് അങ്ങ് വേറെ ഡാൻസ് ബാറാണ്. ഇവിടെ പിന്നെ ഫുള്ള് നൈറ്റ് ഓൺ ആയിരിക്കും എപ്പോഴും. ആണോ, എന്റർടൈൻമെന്റ് ക്ലബ്ബാണ്, ക്ലബ്സ് ആണ് ഇത് മുഴുവൻ കാണുന്നത്. അവിടെ 5 ബേസിൽ തീ കത്തണുണ്ട്. എന്താന്ന് നമുക്ക് നോക്കാം. വേണ്ട, തീ കത്തണേ. തണുപ്പായതുകൊണ്ട് ഇവര് സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇത് ശരി, ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. അങ്ങനെ ഞങ്ങള് ന്യൂ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അടിപൊളിയാണ്, വൈബാണ്, ഒന്നും പറയാനില്ല, സൂപ്പറാണ്. നമ്മുടെ ഗ്രേസ് പറയണ പോലെ സൂപ്പറാണ്. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും മാക്സിമം ബെല്ലൈക്കനൊക്കെ ഇടിച്ച് പൊളിച്ച് എല്ലാവരെയും എത്തിക്കുക. നമ്മുടെ പുതിയ ഒരുപാട് ലണ്ടൻ കാഴ്ചകളും UK കാഴ്ചകളും ഒക്കെ വരണുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിന്റെ പേരെന്താ മക്കളെ? സ്മൈൽസ് വിത്ത് സ്മൈൽസ് പറഞ്ഞിട്ട് നീ പോയാ മതി. ഇവളെന്നെ തട്ടിച്ചു പറ. അവക്ക് പറയാൻ പറ്റില്ല. സ്മൈൽസ് വിത്ത് സ്മൈൽസ്. അപ്പൊ നിങ്ങൾ എല്ലാരും മറക്കണ്ട, ബെല്ലൈക്കൺ അമർത്തിയാ പോരാ, ഇടിച്ചു പൊട്ടിക്കുക. അപ്പം ഇനി കൂടുതൽ കാഴ്ചകൾ വരുന്നുണ്ട്. വായോ, ടാറ്റാ, ബൈ. യൂട്യൂബ് ചാനലിന്റെ പേര് പറയാൻ പറയാ, സ്മൈൽസ് ഒന്ന് പഠിച്ചോ നീ? പറഞ്ഞെന്ന് ഒന്ന് പറ, 100 വട്ടം പറ. സ്മൈലുണ്ട്, മൈലുണ്ട്, അതൊക്കെ എവിടെ വരണേ പറയത്തില്ല അതില്. അയ്യോ, ഒന്നും പറയാനില്ല മക്കളെ. പീസ് ഔട്ട്.
ഉച്ചക്ക് ആംപ്ലേറ്റ് ചോറ് ഉപ്പേരി അപ്പേരി ഒക്കെ 4 മണിക്ക് ഒരു ചായ ഒരു വട പൈമ്പേരി വട ഒരു കാട വട ഒരു കാട ഉച്ചക്ക് ആംപ്ലേറ്റ് ചോറ് ഉപ്പേരി അപ്പേരി ഒക്കെ 4 മണിക്ക് ഒരു ചായ ഒരു വട പൈമ്പേരി വട ഞാനത് ഒരളിയ